നമ്മളിന്ന് കാണുവാൻ വേണ്ടി പോകുന്നത് B21EC07DC എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പോളിസി ഇൻ ഇന്ത്യ കോഴ്സിലെ ബ്ലോക്ക് 5 യൂണിറ്റ് 1 ആണ്. ഇത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നത് ലോ ഇൻകം ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷനെ ഫോർമൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സ്റ്റെപ്സിനെയും മാർഗങ്ങളെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. ബാങ്കിങ്, സേവിങ്സ്, ഇൻഷുറൻസ്, ക്രെഡിറ്റ്, പെൻഷൻ, പേയ്മെന്റ് സർവീസസ് എല്ലാവർക്കും അഫോർഡബിളും ആക്സസിബിളും ആക്കുക എന്നതാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, പോവർട്ടി റിഡക്ഷൻ, എക്കണോമിക് എംപവർമെന്റ്, സോഷ്യൽ ജസ്റ്റിസ് ഇതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആയിട്ട് നമുക്ക് കണക്കാക്കുന്നതാണ്. ഈ സ്ട്രാറ്റജി ബാങ്കിങ് ആക്സസിന് മാത്രമല്ല, ഫിനാൻഷ്യൽ ലിറ്ററസിയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും കൂടെ ഉറപ്പാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എല്ലാവർക്കും ഫോർമൽ ഫിനാൻഷ്യൽ സർവീസസ് ലഭ്യമാക്കുക എന്നതാണ്. നേരത്തെയൊക്കെ ഈ റൂറൽ ആൻഡ് പുവർ ഹൗസ് ഹോൾഡ്സ് എല്ലാം ഈ ബാങ്കിങ് സിസ്റ്റത്തിന്റെ പുറത്തായിരുന്നു നമുക്ക് കാണപ്പെടാം. അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാല് സേവിങ്സ് കൃത്യമായിട്ട് നടത്തുവാൻ സാധിക്കുന്നില്ല, ബാങ്ക് ലോണുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല, ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഒന്നും റിസീവ് ചെയ്യാനും പറ്റില്ല. ഇങ്ങനെയുള്ള പലതരം ബുദ്ധിമുട്ടുകൾ ഒരു വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ ഉണ്ടാവും. ഫോർമൽ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള പലരും ഉണ്ടായിരുന്നു. ഇൻക്ലൂസീവ് ഗ്രോത്ത് വളർത്തുവാനും പോവർട്ടി കുറയ്ക്കുവാനും ഇൻഇക്വാളിറ്റി കുറയ്ക്കുവാനും എല്ലാം ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്ട്രാറ്റജി നല്ലതാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും സോഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യയില് ഹിസ്റ്റോറിക്കലി ഒരു ലാർജ് പോപ്പുലേഷൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ പുറത്ത് തന്നെയായിരുന്നു. റൂറൽ ഏരിയാസിൽ ബാങ്കിന്റെ ബ്രാഞ്ചസ് കുറവായിരുന്നു, ഫിനാൻഷ്യൽ ലിറ്ററസി ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ മണി ലെൻഡേഴ്സ് പോലുള്ള ഇൻഫോർമൽ ക്രെഡിറ്റ് സോഴ്സസ് തന്നെയായിരുന്നു കൂടുതലും ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഫോർമൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ഇല്ല, പിന്നെ ബാങ്കിന്റെ പ്രോസസ്സിനെ കുറിച്ച് അറിയില്ല. ഈ ഫോർമൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട്സ് തുറക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്ട്രാറ്റജി അനിവാര്യമായിട്ട് തന്നെ വന്നു. PMJDY, അതായത് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ഒരു ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം ഇത് തന്നെയാണ്, ജൻധൻ യോജന. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞാൽ എല്ലാ ഹൗസ് ഹോൾഡിലും ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2014 ഇത് ലോഞ്ച് ചെയ്ത്. സീറോ ബാലൻസ് അക്കൗണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഒരു റിക്വയർമെന്റും ഇല്ലാതെ തുറക്കാം. റുപ്പേ ഡെബിറ്റ് കാർഡാണ് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ലഭിക്കും. ഇതുവഴി തന്നെ ഇൻഷുറൻസ് ഫെസിലിറ്റി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു 50 കോടിയിൽ പുറത്തുള്ള ബാങ്ക് അക്കൗണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തുറക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് സഹായിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മേജർ ഒരു കൃത്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ജാം ട്രിനിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആദ്യമേ വന്നത് ജൻധൻ യോജന നമ്മൾ എന്താണെന്ന് കണ്ടു. അതിന്റെ ഭാഗമായിട്ട് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും മൊബൈൽ നമ്പറോടെ ലിങ്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് പിന്നീട് വന്നത്. ജൻധൻ യോജന ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്ട്രാറ്റജിയുടെ ബാക്ക് ബോൺ ആണ്. ജൻധൻ അക്കൗണ്ടും ആധാർ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റവും മൊബൈൽ ടെക്നോളജിയും കമ്പൈൻ ചെയ്ത് ഗവൺമെന്റ് ബെനിഫിറ്റ്സ് ഡയറക്റ്റ്ലി ബെനിഫിഷ്യറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സബ്സിഡീസുകളുടെ മിഡിൽ മെന്നെ ഇല്ലാതാക്കുകയും ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് പണം എത്തുകയും ചെയ്യും. സബ്സിഡീസ് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. നമ്മൾ പല വീടുകളിലും നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഗ്യാസിന്റെ കണക്ഷനിൽ വരുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഇതിലൂടെ കറപ്ഷനും ലീക്കേജസും ഒരുപാട് കുറയ്ക്കുവാനും ട്രാൻസ്പെറൻസി കൂട്ടുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. റൂറൽ ഏരിയാസിലെ ഫുൾ ബ്രാഞ്ച്
എസ്റ്റാബ്ലിഷ് റൂറൽ ഏരിയാസിലെ ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ RBI ബിസിനസ് കറസ്പോണ്ടന്റ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബാങ്കിന്റെ ഏജൻസ് ആയിട്ട് പ്രവർത്തിച്ച് വില്ലേജിൽ ബാങ്കിങ് സർവീസ് അവർ എത്തിക്കുന്നു. മൈക്രോ ATMs, ബയോമെട്രിക് വെരിഫിക്കേഷൻ ഒക്കെ ഉപയോഗിച്ച് ബാങ്ക് ഡെപ്പോസിറ്റും വിഡ്രോവലും ഫണ്ട് ട്രാൻസ്ഫറും എല്ലാം ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചു. ഇത് ലാസ്റ്റ് മൈൽ ഡെലിവറി സിസ്റ്റം ആയിട്ട് മാറി. നമ്മുടെ ഒരു ഗ്രാമപ്രദേശം പോലെ ആയിരിക്കില്ല ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തുള്ള ഒരു ഉൾഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുവാൻ വേണ്ടി ഈ ബിസിനസ് കറസ്പോണ്ടന്റ് മോഡൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വെൽഫെയർ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു മേജർ റിഫോം ആണ് നമ്മൾ പറഞ്ഞു. ഈ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? സബ്സിഡീസ് ദല്ലാളുകൾ വഴിയോ മിഡിൽമെൻ വഴിയൊക്കെ കൊടുക്കുന്നത് വഴിയെ ഇത് അതായത് വേറെ ആൾ വഴി തന്നെ സർക്കാർ ഓഫീസ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന ലീക്കേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൈക്കൂലി വാങ്ങിക്കുന്നവരുണ്ടായിരുന്നു, അതിനകത്ത് കൈയിട്ട് വാങ്ങുന്നവരുണ്ടായിരുന്നു. അപ്പൊ LPG സബ്സിഡി, MNREGയുടെ വേജസ്, സ്കോളർഷിപ്പ്, പെൻഷനൊക്കെ അതൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വന്നപ്പോൾ ഇത് ഡയറക്റ്റ് ബെനിഫിഷ്യറീസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതുവഴി പെട്ടെന്ന് എത്തുകയും അതിന്റെ സുതാര്യത ഉറപ്പുവരുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ DBT വളരെയധികം ഒരു റോള് തന്നെയാണ് വഹിക്കുന്നത്. അടുത്തതായിട്ടുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റമാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റ് റെവല്യൂഷൻ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. എല്ലാവരും UPI, ഭീം ആപ്പ് വഴിയൊക്കെ, അതായത് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ വഴിയുള്ള ഒരുപാട് ആപ്പുകൾ, ഇതെല്ലാം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വഴി ചെയ്യുന്ന ഇതാണ്. അതിന് സർക്കാരിന്റെ ആപ്പാണ് ഭീം ആപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര രൂപ വേണമെങ്കിൽ 5 രൂപ 10 രൂപയൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയും നമുക്ക് പെട്ടിക്കടകളിലും ചെറിയ ഷോപ്പുകളിലും എല്ലാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ബസ്സിലെ ട്രാവൽ ഒഴിച്ച് ഇപ്പൊ പല പ്രൈവറ്റ് ബസ്സിലും ഈ QR കോഡൊക്കെ ഉണ്ട് വെച്ച് ബാക്കി എല്ലായിടത്തും നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗൂഗിൾ പേ പോലുള്ള സ്കാനിങ് ഡിവൈസ് ഇത് യൂസ് ചെയ്ത് QR പേയ്മെന്റ്സും മൊബൈൽ വാളറ്റ്സും എല്ലാം വന്നു കഴിഞ്ഞു. ഇത് റൂറൽ അർബൻ പോപ്പുലേഷനും അക്സസബിൾ ആയി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ഡിജിറ്റൽ പേയ്മെന്റ്സ് ക്യാഷ് ഡിപ്പെൻഡൻസ് കുറയ്ക്കുകയും ഫോർമൽ എക്കോണമി പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. UPI ഇന്ത്യയുടെ മേജർ ഫിനാൻഷ്യൽ ഇന്നോവേഷൻ ആയിട്ട് ഇന്റർനാഷണലി തന്നെ റെക്കഗ്നൈസ് ചെയ്ത ഒരു സാധനമാണ്. കാരണം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇത് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് മൈക്രോ ഫിനാൻസും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സുകളും എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്ക്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സഹായിക്കുന്നത് നമുക്ക് നോക്കാം. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ചെറിയ സ്ഥാപനങ്ങളാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങൾ. ഇവരൊക്കെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ചെറിയ ചെറിയ കാർഷിക ലോണൊന്നല്ല, ചെറിയ ലോണുകൾ നൽകും. കൊളാട്രൽ ഒന്നും വെക്കേണ്ട, ഇതിന് ജാമ്യം ഒന്നും വെക്കേണ്ട, ഒരു ഗ്രൂപ്പ് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ ക്രെഡിറ്റ് നൽകുന്നത്. ഫാമിങ്, ഡയറി, വീമിങ്, പെറ്റി ട്രേഡ് തുടങ്ങിയ ആവശ്യങ്ങൾ, ചെറുകിട സംരംഭങ്ങൾക്ക്, മൈക്രോ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് ഇത് പ്രത്യേകിച്ചും നൽകുന്നത്. NRLM സ്കീമിന്റെ ഭാഗമായിട്ടും അതും എന്ത് ചെയ്തു? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അലോങ് വിത്ത് സോഷ്യൽ എംപവർമെന്റ് ആണ് ഈ മോഡൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ മുദ്ര സ്കീംസ്, മുദ്ര ലോൺസ് എന്ന് പറയുന്നത് മൈക്രോ ആൻഡ് സ്മോൾ ബിസിനസ്സിന് കൊളാട്രൽ ഫ്രീ ലോൺസ് നൽകുന്നു. അത് 4 തരത്തിലാണ്: ശിശു, കിഷോർ, തരുൺ. 3 തരത്തിലാണ്: ശിശു, കിഷോർ, തരുൺ. ശിശുവിൽ 50 ലക്ഷം രൂപ വരെ, 50,000 രൂപ വരെ, കിഷോറിൽ 50,000 തൊട്ട് 5 ലക്ഷം വരെ, തരുണിൽ 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ. ഇങ്ങനെയാണ് ലോൺ നൽകുന്നത്. സ്ട്രീറ്റ് വെൻഡേഴ്സ്, ആർട്ടിസൻസ്, സർവീസ് പ്രൊവൈഡേഴ്സ്, സ്മോൾ വെൻഡേഴ്സിനൊക്കെ, അതായത് നമ്മൾ പറഞ്ഞില്ലേ മൈക്രോ ആൻഡ് സ്മോൾ ബിസിനസ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലോൺ സൗകര്യം കിട്ടും. എംപ്ലോയ്മെന്റ് ജനറേഷനും ഓൺടർപ്രണർഷിപ്പിന്റെ പ്രൊമോഷനുമാണ് ഈ മുദ്ര ലോൺസിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അടുത്തായിട്ട് വരുന്ന പല സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസും ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബാങ്കിങ്ങിൽ മാത്രമല്ല, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലോ ഇൻകം ഹൗസ് ഹോൾഡ്സിന് റിസ്ക് നേരിടുന്ന പ്രൊട്ടക്ഷൻ വേണം. ആ പ്രൊട്ടക്ഷൻ നൽകുന്ന യോജനാസ് ആണ് ഇതെല്ലാം. PMJJBYയും PMSBYയും ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ആക്സിഡൻഷ്യൽ, അതായത് PMJJY ലൈഫ് ഇൻഷുറൻസ് കവർ ആണെങ്കിൽ PMSBY ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ് നൽകുന്നത്. അടൽ പെൻഷൻ യോജന ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സിന് റിട്ടയർമെന്റ് ഇൻകം നൽകുന്നുണ്ട്, APY. ഓക്കെ, ഈ സ്കീമുകളെല്ലാം പാവപ്പെട്ട ഹൗസ് ഹോൾഡ്സിന് ഒരു ഫിനാൻഷ്യൽ റെസിലിയൻസ് നൽകുവാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന സ്കീംസ് ആണ്. ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിൽ മാത്രമല്ല ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇരിക്കുന്നത്, ആളുകൾക്ക് ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അറിയുകയും വേണം, അത് യൂസ് ചെയ്യാൻ അവർ പഠിക്കണം. അതിനുവേണ്ടി
RBI നബാർഡും ഫിനാൻഷ്യൽ ലിറ്ററസി സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് സേവിങ്സിനെ കുറിച്ച്, ബഡ്ജറ്റിങ്ങിനെ കുറിച്ച്, ബാങ്കിങ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച്, ഡിജിറ്റൽ ഫ്രോഡ് എങ്ങനെ തടയാമെന്നതിനെ കുറിച്ച്, ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള ഫേക്ക് സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനു വേണ്ടിയുള്ള ക്യാമ്പയിൻ അവർ ഓരോ പ്രാവശ്യം ഇറങ്ങി നമുക്ക് കാണാം. RBI കഹത്തായ പോലുള്ള ക്യാമ്പയിൻസ് വെർണാക്കുലർ, അതത് ഭാഷയിൽ, അതത് സംസ്ഥാനങ്ങളിലെ തനതായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകളിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ നാട്ടിലെ ആളുകൾ പറയുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയും RBI ശ്രമിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി RBIയും ഗവൺമെന്റും ജോയിന്റ്ലി ഇറക്കിയ ഒരു സ്ട്രാറ്റജിയാണ് നാഷണൽ സ്ട്രാറ്റജി ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അല്ലെങ്കിൽ NSFI എന്ന് പറയുന്ന സ്ട്രാറ്റജി. എല്ലാ പൗരനും, മുതിർന്ന പൗരനും ബാങ്ക് അക്കൗണ്ട് ആക്സസ് പ്രധാനമായി നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻഷുറൻസും പെൻഷൻ കവർ എക്സ്പാൻഡ് ചെയ്യുക, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുകയും കൺസ്യൂമറിന്റെ ഗ്രീവൻസസ് റിഡ്രസൽ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും അത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. ഗവൺമെന്റ്, RBI, ബാങ്കുകൾ, ഫിൻടെക് ഫേംസ്, NGO എല്ലാം ഈ പ്രക്രിയയിൽ ഒരു കൃത്യമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോഴും ചലഞ്ചസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പല ജൻധൻ അക്കൗണ്ട്സും ഇനാക്റ്റീവ് ആണ്. റൂറൽ ഏരിയാസിലെ ഇന്റർനെറ്റ് ആക്സസും ഡിജിറ്റൽ ലിറ്ററസിയും കുറവാണെന്ന് നമുക്ക് കാണാൻ കഴിയും. സ്മോൾ ബോറോവേഴ്സ് ഫോർമൽ ക്രെഡിറ്റ് ലഭിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാകുന്നുണ്ട്. കാരണം ചെറിയ ചെറിയ ഇപ്പോൾ 1000, 2000 പോലുള്ള ചെറിയ ചെറിയ ലോൺസുകൾ കിട്ടാൻ വേണ്ടി ഇവർക്ക് ഇപ്പോഴും ബാങ്കിൽ നിന്ന് സൗകര്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ആയതോടെ സൈബർ ഫ്രോഡിന്റെയും റിസ്ക് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോഴും ഇൻഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പ്രിഫർ ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യില്ല, ഈ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ട്രസ്റ്റ് ഇല്ല എന്നത് കൊണ്ട് തന്നെയാണ്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്ട്രാറ്റജി ലോകത്തെ ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ ഒന്ന് തന്നെയാണ്. ടെക്നോളജിയും പോളിസി റിഫോംസും സോഷ്യൽ ഔട്ട്റീച്ചും ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും കമ്പൈൻ ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഫോർമൽ സിസ്റ്റത്തിലേക്ക് ഇന്ത്യ ഉൾപ്പെടുത്തി. 150 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇത്രയും നടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ട്രൂ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് ഓപ്പണിംഗിൽ മാത്രമല്ല, അതിന്റെ റെഗുലർ യൂസേജിലും ഫിനാൻഷ്യൽ ലിറ്ററസിയിലും സെക്യൂരിറ്റിയിലും എംപവർമെന്റിലും എല്ലാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ട്രോങ് ഇൻക്ലൂസീവ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ, ഇക്വിറ്റബിൾ ആൻഡ് ജനങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനും കൂടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് രാജ്യത്ത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്ട്രാറ്റജി എന്താണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് കാണുവാനുള്ളത് ഇന്ത്യയിലെ പ്ലാനിംഗ് സിസ്റ്റം അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, ഇല്ലിറ്ററസി, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഗുണമില്ലായ്മ പോലെയുള്ള ഒരുപാട് ഡെവലപ്മെന്റ് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് മോഡൽ വേണമെന്ന് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കുകയും ഗവൺമെന്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ചെയ്ത് നാഷണൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. പിന്നീട് എക്കണോമിക് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും വന്നതോടെ പുതിയ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആവശ്യം വരികയും അതിനാൽ 2015 പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക് രൂപീകരിക്കുകയും ചെയ്തു. എന്തിനാണ് ഇന്ത്യക്ക് പ്ലാനിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിരുന്നു. ഒരു അഗ്രേറിയൻ ഡോമിനന്റ് എക്കണോമി ആയിരുന്ന നമ്മള് ഇൻഡസ്ട്രിയലി ഭയങ്കര ബാക്ക്വേർഡ് ആയിരുന്നു. നമുക്ക് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്ന തന്നെ നമ്മുടെ ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ഇൻഡസ്ട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വളരെയധികം ബാധിച്ചിരുന്നു നമ്മുടെ രാജ്യത്ത്. അപ്പോഴാണ് സ്റ്റേറ്റ് ലെഡ് പ്ലാനിങ്ങിന്റെ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലായതും സ്റ്റേറ്റ് ലെഡ് പ്ലാനിങ് വഴി റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാമെന്ന് അന്നത്തെ ലീഡർഷിപ്പ് വിശ്വസിക്കുകയും അതിനുവേണ്ടി സോവിയറ്റ് യൂണിയൻ മോഡലിനെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഒരു മിക്സ്ഡ് എക്കണോമി മോഡല്
സ്വീകരിക്കുകയും ചെയ്തു. അന്ന് മിക്സ്ഡ് എക്കണോമിക് മോഡലാണ് സ്വീകരിച്ചിരുന്നെങ്കിലും അതൊരു പ്ലാൻഡ് എക്കണോമി ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. 1950 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടു. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെങ്കിലും ഇന്ത്യയുടെ എക്കണോമിക് പോളിസി മേക്കിംഗിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. പ്രധാനമന്ത്രി ചെയർപേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കുകയും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓപ്പറേഷണൽ ഹെഡ് ആവുകയും ചെയ്തു. പ്രധാനമന്ത്രി ചെയർപേഴ്സൺ ആണ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓപ്പറേഷണൽ ഹെഡ് ആയിട്ട് പ്രവർത്തനങ്ങൾ നടന്നുപോയിരുന്നു. ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് 5 വർഷ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാക്കുക, അതുവഴി ഡെവലപ്മെന്റ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ പൊളിറ്റിക്കൽ അതോറിറ്റി എക്സ്പെർട്ട് നോളജും കമ്പൈൻ ചെയ്തൊരു സ്ട്രക്ചർ ആയിരുന്നു. എക്കണോമിസ്റ്റുകളും അഡ്മിനിസ്ട്രേറ്റേഴ്സും പോളിസി എക്സ്പേർട്ടും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഡെപ്യൂട്ടി ചെയർമാൻ എപ്പോഴും ഒരു ടോപ്പ് എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ സീനിയർ പൊളിറ്റീഷ്യനോ ആയിരുന്നു. മെമ്പർ സെക്രട്ടറിയാണ് അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുകയും എല്ലാം ചെയ്തത്. ഈ സ്ട്രക്ചർ സെൻട്രലി പ്ലാനിംഗ് നടത്തുവാൻ വേണ്ടി വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ എക്കണോമിയുടെ ലോങ് ടേം ഡെവലപ്മെന്റിന് സ്ട്രാറ്റജി രൂപീകരിച്ച് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടേഴ്സിനെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടത്തി. സ്റ്റേറ്റ്സ് ആൻഡ് മിനിസ്റ്റേഴ്സിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ഗവൺമെന്റ് പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ മോണിറ്റർ ചെയ്ത് പോളിസി അഡ്വൈസ് നൽകുകയും ചെയ്തു വന്നു. എന്താണ് പ്ലാനിംഗ് കമ്മീഷന്റെ അച്ചീവ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനിംഗ് കമ്മീഷൻ മോഡേൺ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു വലിയ റോള് തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. രണ്ടാമത്തെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതികളിൽ ഹെവി ഇൻഡസ്ട്രീസിനും പബ്ലിക് സെക്ടറിനും ഡെവലപ്മെന്റിനും ഇമ്പോർട്ടൻസ് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ സഹായിച്ചു. റോഡ്, ഇറിഗേഷൻ, പവർ പ്ലാന്റ്സ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും പ്രൊമോട്ട് ചെയ്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനുകളിൽ ഫോക്കസ് ചെയ്ത് അത് ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റുന്നതിൽ അല്ലെങ്കിൽ ഒരു ഗ്രോയിങ് എക്കണോമി ആക്കി മാറ്റുന്നതിൽ വളരെയധികം റോളാണ് പ്ലാനിംഗ് കമ്മീഷൻ വഹിച്ചിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ഗ്രാജുവലി ഔട്ട്ഡേറ്റഡ് ആയി മാറി, എസ്പെഷ്യലി ആഫ്റ്റർ 1991 NEP പോളിസീസ്, എക്കണോമിക് പോളിസീസിന്റെ ഭാഗം അത് മാറിയതിനു ശേഷം പ്ലാനിംഗ് കമ്മീഷൻ ഒരു വലിയ റോൾ ഇല്ലാതായി മാറും നമുക്ക് കാണാൻ കഴിയും. സ്റ്റേറ്റ്സിന്റെ കൺസൾട്ടേഷൻ കുറവാണെന്നുള്ള പരാതി വേറെ, കാരണം ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയതുകൊണ്ട് സ്റ്റേറ്റ്സിന്റെ ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നൊരു പരാതി എപ്പോഴും വരുമായിരുന്നു. 5 year പ്ലാൻസ് റിജിഡ് ആകുന്നതിനാൽ റാപ്പിഡ്ലി ചേഞ്ചിങ് എക്കണോമീസിന് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന പ്ലാനുകളാണ് വേണ്ടത് എന്നും പിന്നീട് വന്ന ബ്യൂറോക്രാറ്റിക് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ടും ഇൻഎഫിഷ്യന്റ് മോണിറ്ററിംഗിന്റെ ഒക്കെ ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ടുമാണ് പ്ലാനിംഗ് കമ്മീഷൻ അവരുടെ നടപടികൾ നിർത്തുന്നത്. 1991 ലിബറലൈസേഷന് ശേഷം പ്രൈവറ്റ് സെക്ടറും മാർക്കറ്റ് ഫോഴ്സുമാണ് എക്കണോമിയിൽ മേജർ റോള് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. കമാൻഡ് സ്റ്റൈല് പ്ലാനിങ് ഈ പ്ലാനിങ് റെലവൻസ് ഒരുപാട് കുറയ്ക്കാൻ തുടങ്ങി. ഗവൺമെന്റ് സ്റ്റേറ്റ്സിനോട് കോർപ്പറേറ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും റിയൽ ടൈം പോളിസി അഡ്വൈസ് നൽകാനും കേപ്പബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞു. 2014 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്യുകയാണെന്ന്, അവരുടെ പ്രവർത്തനം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് 2015 ജാനുവരി 1 എസ്റ്റാബ്ലിഷ് ചെയ്ത് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ബോഡി അല്ല, പക്ഷെ പോളിസി തിങ്ക് ടാങ്ക് ആണ്. കോർപ്പറേറ്റീവ് ഫെഡറലിസം, ഇന്നോവേഷൻ, ഡേറ്റ ഡ്രിവൻ പോളിസി മേക്കിംഗ്, സ്ട്രാറ്റജി, പോളിസി അഡ്വൈസ് എന്നീ മേഖലകളിൽ ഗവൺമെന്റിന് സജഷൻസ് കൊടുക്കുന്ന തിങ്ക് ടാങ്ക്, പോളിസി മേക്കിംഗ് ബോഡി. നീതി ആയോഗിനെ മോഡേൺ ലിബറലൈസ്ഡ് എക്കണോമിയുടെ നീഡ്സിനനുസരിച്ച് ഒരു രൂപപ്പെടുത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ വളരുന്ന ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു ബോഡിയായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നീതി ആയോഗ് സ്റ്റേറ്റ്സിനും സെൻട്രലും ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം തന്നത്. ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാനും അടൽ ഇന്നോവേഷൻ മിഷൻ പോലുള്ള ഇനിഷ്യേറ്റീവ് അവർ ആരംഭിച്ചു. റിയൽ ടൈം ഡേറ്റ എടുത്തും തെളിവുകൾ ഉപയോഗിച്ചും പോളിസീസ് ആണ് അവർ ഫോർമുലേറ്റ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് ഫെഡറലിസം വഴി സ്റ്റേറ്റ്സിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും ഇവര് സജഷൻസ് കൊടുക്കാറുണ്ട്. നീതി ആയോഗിന്റെ സ്ട്രക്ചർ ഒരു കോപ്പറേറ്റീവ് ഇൻക്ലൂസീവ് സിസ്റ്റത്തിലാണ് പോകുന്നത്. ഗവർണിംഗ് കൗൺസിലിലെ എല്ലാ സ്റ്റേറ്റ്സിന്റെയും ചീഫ് മിനിസ്റ്റേഴ്സും മെമ്പേഴ്സ് ആണ്. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓപ്പറേഷൻ ലീഡർഷിപ്പ് ആയിട്ട് നിൽക്കുന്നു. ചെയർപേഴ്സൺ എപ്പോഴും പ്രധാനമന്ത്രി തന്നെയാണ്. സിഇഒ ആണ് അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത്. എക്സ്പേർട്സും സ്പെഷ്യൽ ഇൻവൈറ്റീസും എല്ലാം നമുക്ക്
ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നീതി ആയോഗ് പഞ്ചവത്സര പദ്ധതികളൊന്നും തയ്യാറാക്കുന്നില്ല. പകരം ഇവർ സ്ട്രാറ്റജി പോളിസി അഡ്വൈസ് ആണ് എപ്പോഴും നൽകുന്നത്. സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. അവർ റാങ്കിങ്ങും പെർഫോമൻസ് ഓഡിറ്റും എല്ലാം നടത്തുന്നു. ഗവൺമെന്റ് സ്കീംസ് ഇംപ്ലിമെന്റേഷൻ മോണിറ്റർ ചെയ്യുന്നു. അടൽ ഇന്നോവേഷൻ മിഷൻ വഴി സ്റ്റാർട്ടപ്സിന്റെ ഇന്നോവേഷനും ഇവര് എൻകറേജ് ചെയ്യുന്നത്. ഇതാണ് നീതി ആയോഗ് ചെയ്യുന്നത്. നീതി ആയോഗിന്റെ മേജർ ഇനിഷ്യേറ്റീവ്സ് നമ്മളിപ്പോൾ കണ്ടു. അടൽ ഇന്നോവേഷൻ യോജന വഴി ഇന്നോവേഷനും ഓണ്ടർപ്രണർഷിപ്പും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം വഴി ഡിസ്ട്രിക്ട്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ലക്ഷ്യമിടുന്നുണ്ട്. SDG ഇന്ത്യ, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രസിനെ മെഷർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ഗവർണൻസും ഡേറ്റ ഡ്രിവൺ ഡെവലപ്മെന്റുമായിട്ട് നീതി ആയോഗ് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്ത് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആയിരുന്നെങ്കിൽ ഇതൊരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണെങ്കിൽ, അതായത് മേളിൽ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ സ്റ്റേറ്റ്സ് അനുസരിക്കുന്നതാണെങ്കിൽ സ്റ്റേറ്റ്സിന്റെ കൂടെ അഭിപ്രായം അറിഞ്ഞ് പോളിസി മേക്കിംഗ് ആണ് നീതി ആയോഗിൻ്റെത്. കൺട്രോൾഡ് ഫണ്ട് അലോക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഫണ്ട് അലോക്കേഷൻ ഇല്ല, അഡ്വൈസറി റോള് മാത്രമേ ഉള്ളൂ. 5 ഇയർ പ്ലാനിലേക്ക് റിജിഡ് പ്ലാൻ ആണ് പ്ലാനിംഗ് കമ്മീഷൻ ചെയ്യുന്നതെങ്കിൽ ഫ്ലെക്സിബിൾ പോളിസി ഫ്രെയിംവർക്ക് ആണ് നീതി ആയോഗ് പ്രൊമോട്ട് ചെയ്യുന്നത്. വീക്ക് സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് നീതി ആയോഗില് നടക്കുന്നത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയുടെ ഒരു ഏർലി എക്കണോമിക് ഡെവലപ്മെന്റ് ഹിസ്റ്റോറിക്കൽ റോള് പ്ലേ ചെയ്തൊരു സ്ഥാപനം തന്നെയാണ്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയലൈസേഷനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അഗ്രികൾച്ചറിനും പോവർട്ടി റിഡക്ഷനും എന്നിവയിലൊക്കെ ഒരു വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും. പക്ഷേ ഒരു മോഡേൺ ലിബറലൈസ്ഡ് ഗ്ലോബലൈസ്ഡ് എക്കണോമിയിൽ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ഇന്നോവേറ്റീവ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് മോഡലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുവഴി ഇന്ത്യയുടെ ഒരു ട്രാൻസ്ഫർമേഷൻ വേണമെങ്കിൽ അതിന് പ്ലാനിംഗ് കമ്മീഷനിൽ നിന്ന് കുറച്ചുകൂടെ നീതി ആയോഗ് പോലുള്ള തിങ്ക് ടാങ്ക് വഴിയുള്ള ഒരു കൊളാബറേറ്റീവ് ഡേറ്റ ഡ്രിവൺ ഇന്നോവേഷൻ ഓറിയന്റഡ് ഗവർണൻസ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് വഴിമാറി ചവിട്ടിയത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ഇന്ത്യക്ക് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നീതി ആയോഗിലേക്ക് ചൂടുറപ്പിക്കുകയും അതുവഴി നമ്മുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനും തുടങ്ങുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ബ്ലോക്ക് 5 യൂണിറ്റ് 1 ഫിനാൻഷ്യൽ ഇൻക്ലൂഷനകത്ത് പഠിക്കുവാൻ ഉള്ളത്. നമ്മളിനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് B21EC07DC എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പോളിസി ഇൻ ഇന്ത്യ എന്ന കോഴ്സിലെ ബ്ലോക്ക് 5 യൂണിറ്റ് 2 ആണ് നമ്മൾ ഇനി കാണുവാൻ വേണ്ടി പോകുന്നത്. യൂണിറ്റ് 2 ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാൽ എന്താണ്? GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റത്തിൽ വന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള എക്കണോമിക് റിഫോം ആണ്. 2017 ജൂലൈ 1 GST ഇംപ്ലിമെന്റ് ചെയ്തു. ഇതിനു മുന്നേ ഇന്ത്യയിൽ വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻഡയറക്ട് ടാക്സസ് ഉണ്ടായിരുന്നു. ഈ ടാക്സസിനെ എല്ലാം റീപ്ലേസ് ചെയ്ത് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തെ ക്രോഡീകരിച്ച് ഒന്നാക്കി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം വന്നു. ആ യൂണിഫൈഡ് ടാക്സേഷൻ സിസ്റ്റത്തിന്റെ പേരാണ് GST എന്ന് പറയുന്നത്. അത് നമ്മുടെ ടാക്സ് സ്ട്രക്ചറിനെ സിംപ്ലിഫൈ ചെയ്യുകയും നാഷണൽ മാർക്കറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനും സഹായിച്ച ഒരു സിസ്റ്റം തന്നെയാണ് GST എന്ന് പറയുന്നത്. GSTക്ക് മുന്നേ ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഹൈലി ഫ്രാഗ്മെന്റഡ് ആയിരുന്നു. ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോ തരത്തിലുള്ള ടാക്സ് റേറ്റും ബിസിനസ്സുകൾക്ക് പലതരത്തിലുള്ള മൾട്ടിപ്പിൾ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യേണ്ടി വന്നുകൊണ്ടേയിരുന്നു. അതിനകത്ത് മേജർ ഒരു ടാക്സ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്കേഡിങ് എഫക്ട് അഥവാ ടാക്സ് ഓൺ ടാക്സ്, അതായത് ഒരു ടാക്സിന്റെ പുറത്ത് വീണ്ടും ടാക്സ് കെട്ടേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ടായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി ഓൾറെഡി ഇൻക്ലൂഡഡ് പ്രൈസിൽ നമ്മൾ വീണ്ടും വാറ്റ് ചാർജ് ചെയ്തു. ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. GST പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്, ഈ കാസ്കേഡിങ് എഫക്റ്റും ഇതുപോലുള്ള ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാനാണ് GST ഇംപ്ലിമെന്റ് ചെയ്തത്. GST മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാക്സ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു.
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം വഴി കാസ്കേഡിംഗ് ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇൻട്രസ്റ്റേറ്റ് ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്തിട്ട് വൺ നേഷൻ വൺ മാർക്കറ്റ് കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യാനും GST സഹായിച്ചു. ടെക്നോളജി ബേസ്ഡ് കംപ്ലൈൻസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്തു. ഇൻഫോർമൽ ബിസിനസ് ഫോർമൽ എക്കണോമിയിലേക്ക് കൊണ്ടുവരാനും GST എന്ത് ചെയ്തു, സഹായിച്ചു. GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലോകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1954. ട്രഡീഷണൽ ടേൺ ഓവർ ടാക്സ് സിസ്റ്റത്തിന്റെ ഇൻഎഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു വാല്യൂ ആഡഡ് ടാക്സ് മോഡലാണ് ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം ടാക്സ് കാസ്കേഡ് റിമൂവ് ചെയ്യാൻ വളരെയധികം സഹായിച്ചു. അതിനുശേഷം പല രാജ്യങ്ങളും GST വാറ്റ് മോഡൽ അഡോപ്റ്റ് ചെയ്യുകയും അതുവഴി അവരുടെ ടാക്സ് എഫിഷ്യൻസിയും കംപ്ലൈൻസും റവന്യൂ മൊബിലൈസ്, അതായത് വരുമാനവും കൂടി. ഓക്കെ, ഇന്ത്യ ഈ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് പഠിച്ചിട്ടാണ് GST അഡോപ്റ്റ് ചെയ്തത്. 160ഓളം രാജ്യങ്ങളിൽ GST അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാനഡ, ഓസ്ട്രേലിയ, UK, യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് എല്ലാം GST അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കൺട്രിയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് GST പലതരം മോഡൽസ് അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക്. സിംഗിൾ GST മോഡലില് യൂണിറ്ററി കൺട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് മാത്രം ടാക്സ് കളക്ട് ചെയ്യുന്ന രീതിയാണിത്. ഇന്ത്യ പോലുള്ള ഫെഡറൽ കൺട്രി സിസ്റ്റത്തില് ഡ്യുവൽ സിസ്റ്റം GST അഡോപ്റ്റ് ചെയ്തു. അതായത് സെൻട്രലും സ്റ്റേറ്റും GST കളക്ട് ചെയ്യുന്നു. ഇതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസം റിഫ്ലക്ട് ചെയ്യും. കാരണം അവർ കളക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് നോട്ടിഫൈ ചെയ്തിട്ടാണ് കളക്ട് ചെയ്തത്. ഇന്ത്യയിൽ ഡ്യുവൽ GST മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ CGSTയും SGSTയും കളക്ട് ചെയ്യും. അതായത് 18% ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ GST ആയിട്ട് വരുന്നതെങ്കിൽ അതിനകത്ത് 9% CGST ആയിട്ടും, അതായത് സെൻട്രൽ GST ആയിട്ടും 9% സ്റ്റേറ്റ് GST ആയിട്ടും വരും. ഓക്കെ, IGST സെൻട്രൽ കളക്ട് ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിന് ഷെയർ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ടാക്സ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പല മോഡൽസ്, ഇപ്പൊ സിംഗിൾ GST സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത ന്യൂസിലാൻഡ് പോലെ കൺട്രി ഉണ്ട്. ഇന്ത്യക്കും കാനഡയ്ക്കൊക്കെയാണ് ഡ്യുവൽ GST സിസ്റ്റം ആണ് വരുന്നത്. GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം ആണ്. അതായത് ടാക്സ് റവന്യൂ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിന് ലഭിക്കും. ഏർലിയർ ഇത് നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു, പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിനായിരുന്നു കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. ഇപ്പോ ഒരു കൺസംഷൻ ബേസ്ഡ് റവന്യൂ ഷെയറിംഗ് ഫെഡറൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു ഫെഡറൽ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതായത് ഒരു ഫിസിക്കൽ ഫെഡറലിസം, അതായത് സ്റ്റേറ്റ് സെൻട്രലുമായിട്ടുള്ള ധനകാര്യ ഇടപാടുകൾ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇത് സഹായിച്ചു. ഇന്ത്യ ഒരു മൾട്ടി ടയർ GST സിസ്റ്റം തന്നെയാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. 0, 5, 12, 18, 28 എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ആണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. പാല്, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങള് എന്നിവയ്ക്ക് 0 റേറ്റ് ടാക്സ് സിസ്റ്റം. പിന്നെ ചിലതിനൊക്കെ 5%, ചിലത് 18%, ലക്ഷറി ഹാർംഫുൾ ഗുഡ്സിനല്ല 25%. ടൊബാക്കോ, ലക്ഷറി ഗുഡ്സ്, എയറേറ്റഡ് ഡ്രിങ്ക്സ് ഇതിനൊക്കെയാണ് അത്രയും വരുന്നത്. ഈ ടാക്സ് സ്ട്രക്ചർ ഇക്വിറ്റിയും അഫോർഡബിലിറ്റിയും കൺസിഡർ ചെയ്താണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. 2025 ശേഷം GSTക്ക് ആദ്യമായിട്ട് റിഫോംസ് വന്നു. 2025 നെക്സ്റ്റ് ജെൻ GST റിഫോംസ് വന്നിട്ട് 5ഉം 18ഉം ശതമാനമാക്കി 2 ടാക്സ് റേറ്റ് ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ഇപ്പോഴും ലക്ഷറി ആൻഡ് ഹാർംഫുൾ ഗുഡ്സിന് അത് 28% തന്നെ നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സാധാരണ ഗുഡ്സ് എല്ലാം 5ഉം 18% ആക്കി നമ്മൾ നിജപ്പെടുത്തി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാനും കംപ്ലൈൻസ് കൂട്ടാനും അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടെ എളുപ്പമാക്കാനും സുതാര്യമാക്കാനും GST കൺസോൾട്ടേഷൻ കുറച്ചുകൂടെ കൃത്യമായിട്ട് നടക്കുവാനും സഹായിക്കും. GST ഇന്ത്യയിലെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള മാർക്കറ്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ യൂണിറ്റ് ആക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞു. കാസ്കേഡിംഗ് എഫക്ട് കുറയ്ക്കുവാൻ വേണ്ടി സഹായിച്ചു. ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റിലുള്ള ഡിലേസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിച്ചു. ലോജിസ്റ്റിക്സ്, സാധനങ്ങൾ അങ്ങോട്ട് ഇവിടെ നമുക്ക് പണ്ടൊക്കെ അറിയാം, നമുക്ക് ഈ വാളയാർ ചെക്ക് പോസ്റ്റിലും ഒക്കെ മണിക്കൂറുകളോളം കെട്ടിക്കിടന്ന് അതെല്ലാം ചെക്ക് ചെയ്ത് സെയിൽസ് ടാക്സിന്റെ ഒക്കെ പ്രൂഫ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് സാധനങ്ങൾ കയറ്റി വിടുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ ഒരു എഫിഷ്യന്റ് ആയിട്ട് മൂവ്മെന്റ് കുറച്ചുകൂടെ സഹായിക്കുന്നുണ്ട്. GSTN പ്ലാറ്റ്ഫോം ഇലക്ട്രോണിക് ഫയലിങ്ങിനും ഡീറ്റെയിൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബിസിനസിനെ ഫോർമൽ എക്കണോമിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ചു. GST ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ളൊരു രീതിയാണ്. അതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട്, ഇൻവോയ്സിങ്, റിട്ടേൺ ഫയലിംഗ്, റീഫണ്ട് പ്രോസസിങ്, റിയൽ ടൈം മോണിറ്ററിംഗ്, ഇതെല്ലാം ഓൺലൈൻ ആക്കി നടത്താൻ കഴിയും. ഇതുവഴി ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്തു. കുറച്ചുകൂടി കൃത്യതയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും
ഓട്ടോമാറ്റിക് സ്റ്റാൻസ് മോണിറ്ററിങ്, അതായത് ആരെങ്കിലും നടത്തുന്ന സമയത്ത് മോണിറ്ററിംഗും കൃത്യമായിട്ട് നടത്തുവാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ജി എസ് ടി ബെനിഫിറ്റ്സ് ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ജി എസ് ടി പല ചലഞ്ചസും ഉണ്ട്. ചെറുകിട വ്യവസായങ്ങൾ ഈ മൾട്ടിപ്പിൾ ഫയലിംഗ്, ഇൻവോയ്സ് ഇൻമാച്ചിങ് കാരണം കുറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ലിറ്ററസിയുടെ പ്രശ്നങ്ങള്, ടാക്സസിന്റെ റിജിഡിറ്റി, റീഫണ്ട് വരുന്നതിലെ ബുദ്ധിമുട്ടുകളൊക്കെ ആൾക്കാരെയും വലയ്ക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സ്റ്റേറ്റ് സെൻട്രലുമായിട്ടുള്ള ഫിസിക്കൽ കോർഡിനേഷനും ഇതിന്റെ ഒരു പ്രശ്നമാവുന്നുണ്ട്. കൃത്യമായിട്ട് ജി എസ് ടി ഫണ്ടിങ് സ്റ്റേറ്റ്സിന് കൃത്യമായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ കുറഞ്ഞു അവരുടെ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് പല സ്റ്റേറ്റുകളും പരാതിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യയിലെ ഇൻഫോർമൽ സെക്ടറിലെ ജി എസ് ടി ഇൻട്രൊഡക്ഷൻ നേരിട്ട് ഒരുപാട് ചലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. ഒരുപാട് ചെറുകിട വ്യവസായങ്ങൾക്ക് ഡിജിറ്റൽ സിസ്റ്റംസ് ഇല്ല, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇല്ല, അതിന്റെ കംപ്ലൈൻസ് പ്രൊഡ്യൂസർ അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഒക്കെ കൊണ്ട് ഇത് ഇൻഫോർമൽ സെക്ടറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ മാറ്റുവാനും ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനും വേണ്ടി ആണ് ജി എസ് ടി കൗൺസിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് വരുന്നത്. ജി എസ് ടി കൗൺസില് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് കാണുവാൻ സാധിക്കും. സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും റെപ്രസെന്റേറ്റീവ്സ് ചേർന്നിട്ടാണ് ജി എസ് ടി ഡിസിഷൻസ് എടുക്കുന്നത്. ടാക്സ് റേറ്റ്, എക്സംഷൻസ്, റിഫോംസ് എന്നിവയെല്ലാം ഈ കൗൺസില് റെക്കമെൻഡ് ചെയ്യും. ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തതിൽ ജി എസ് ടി കൗൺസിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാം. ജി എസ് ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സിലെ അല്ലെങ്കിൽ ഫിസിക്കൽ റിഫോംസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ല് തന്നെയാണ്. ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തെ സിംപ്ലിഫൈ ചെയ്ത് അതിനെ മോഡേണൈസ് ചെയ്ത് റിഫോം ചെയ്ത് എടുത്തത് ഇത് തന്നെയാണ്. ഒരു യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിച്ചു. ഡിജിറ്റൽ ഗവൺമെന്റ്സും ടാക്സ് ട്രാൻസ്പെറൻസി ഒക്കെ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. MSMEs ഒക്കെ കുറച്ച് കംപ്ലൈൻസ് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും റിഫോംസ് കൊണ്ടുവന്ന് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള എഫിഷ്യൻസി സിസ്റ്റം ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വഴി കുറച്ചുകൂടെ പുത്തൻ സുതാര്യമായിട്ടുള്ള ടെക്നോളജി ഡ്രിവൻ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ടാക്സ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയും രാജ്യത്തിന്റെ പുരോഗതിക്കുമായിട്ടും ജി എസ് ടി വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അതാണ് നമ്മുടെ യൂണിറ്റിൽ ജി എസ് ടി എങ്ങനെയാണ് വന്നത്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ജി എസ് ടി എന്താണ്, അത് എന്തിനു സഹായിക്കുന്നു, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഈ ബ്ലോക്ക് 5 യൂണിറ്റ് 2 നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. താങ്ക് യു. നമ്മളിന്ന് കാണുവാൻ പോകുന്നത് B21EC 07DC എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പോളിസി ഇൻ ഇന്ത്യ കോഴ്സിലെ ബ്ലോക്ക് 5 യൂണിറ്റ് 3 എക്കണോമിക് ഇമ്പാക്ട് ഓഫ് COVID-19 എന്ന പോർഷനെ കുറിച്ചാണ്. COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക് നമ്മളെ എന്തുമാത്രം അഫക്റ്റ് ചെയ്തെന്നും അതെങ്ങനെയാണ് വന്നതെന്നും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു ഗ്ലോബൽ ക്രൈസിസ് ആയിരുന്നു. പാൻഡമിക് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ഒരു എക്കണോമിക് ഹെൽത്ത് ക്രൈസിസ് ആണ് ഉണ്ടായെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് ഒരു എക്കണോമിക് ക്രൈസിസും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്നാണ് നമ്മളൊന്ന് നോക്കുവാൻ വേണ്ടി പോകുന്നത്. 2020 മാർച്ച് 25 രാജ്യവ്യാപകമായിട്ട് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ അത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു. ജനുവരി 30, 2020 ആദ്യത്തെ കോവിഡ് കേസ് വന്നതെങ്കിലും മാർച്ചിലാണ് അത് അൺകൺട്രോളബിൾ ആവുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്തത്. ഫാക്ടറീസും ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും മാർക്കറ്റ്സും എല്ലാം നമ്മൾ അടച്ചു. ഇത് ഷട്ട് ഡൗൺ ചെയ്തതോടെ GDP, അൺഎംപ്ലോയ്മെന്റ്, കൺസംഷൻ, ഇൻഡസ്ട്രീസും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും എല്ലാത്തിനെയും ബാധിച്ചു. ഗവൺമെന്റ് ഹെൽത്ത് പ്രൊട്ടക്ഷന് എക്കണോമിക് റിവൈവലിനും രണ്ടും പാരലായിട്ട് തന്നെ മെഷേഴ്സ് എടുക്കേണ്ട ഒരവസ്ഥ വന്നു. വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ലോക്ക്ഡൌൺ പബ്ലിക് ഹെൽത്തിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായിരുന്നെങ്കിലും എക്കണോമിക്കിന്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയി. മൈഗ്രന്റ് ലേബറേഴ്സിനെയും ഇൻഫോർമൽ വർക്കേഴ്സിനെയും എല്ലാം ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചു. കോവിഡ് ലോക്ക്ഡൌൺ കാരണം ഇന്ത്യയുടെ എക്കണോമിക് ഔട്ട്പുട്ട് ഹിസ്റ്റോറിക്കൽ
ഇതിനകത്തോട്ട് ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. 2020-23 ഏപ്രിലിലെ ക്വാർട്ടറിൽ 23.9% നമ്മുടെ GDP കുറഞ്ഞത്. അത്രയും കോൺട്രാക്ട്, അത്രയും ശതമാനം നമ്മൾ ഇടിഞ്ഞത് താന്നു. ഫാക്ടറീസും ഓഫീസേഴ്സും കൺസ്ട്രക്ഷൻ വർക്കും ട്രാൻസ്പോർട്ട് സെക്ടറും ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും ഇനാക്ട് ചെയ്തു. പ്രൊഡക്ഷനും കൺസംഷനും ഷാർപ്ലി ഡിക്ലൈൻസ്. ഈ പീരീഡിൽ ഇന്ത്യയുടെ എക്കണോമിക് ഹിസ്റ്ററിയിലെ വേസ്റ്റ് ക്വാർട്ടേർലി ഡിക്ലൈൻ തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റും. ലോക്ക്ഡൌണിന്റെ മോസ്റ്റ് വിസിബിൾ ആയിട്ടുള്ളൊരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് ജോബ് ലോസ് തന്നെയായിരുന്നു. CMAയുടെ റിപ്പോർട്ട് പ്രകാരം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 2020 ഏപ്രിലിൽ 23.5% ഉയർന്നു. ഡെയിലി വേജ് ഏണേഴ്സിന്റെയും ഇൻഫോർമൽ വർക്കേഴ്സിനൊക്കെ രാജ്യരാമാൻ അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ഓവർനൈറ്റ് അവരുടെ ജോലിയാണ്. മൈഗ്രന്റ് ലേബറേഴ്സിന് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോവാനുള്ള വാഹന സൗകര്യം ഇല്ല. നടന്നു പോയ പല ഇതും നമ്മൾ TV-യിൽ വാർത്തകൾ കണ്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിലൊക്കെ ഒരു വലിയ ഇതായിരുന്നു കേരളം വെച്ചത്. കേരളം അവരെ മൈഗ്രന്റ് ലേബറേഴ്സിനൊക്കെ മാറ്റിയിട്ട് അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച്, അതൊക്കെ ടെക്നിക്കലി പൊളിറ്റിക്കലി കുറച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു ടെർമിനോളജി ആണെങ്കിൽ കൂടി നമ്മളവരെ സ്വീകരിച്ച് നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ അതിഥികളാണെന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ടുള്ള സഹായങ്ങളും സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ലേബർ മാർക്കറ്റിന്റെ റിക്കവറി അവിടെ നിന്ന് ഭയങ്കര സ്ലോയും അണ്ണീവനാണ് നമുക്ക് കാണാം. പ്രൈവറ്റ് കൺസംഷൻ ഇന്ത്യയുടെ GDP-യിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണെന്ന് നമുക്കറിയാം. ലോക്ക്ഡൌൺ കാരണം വരുമാനം കുറഞ്ഞതോടെ ആളുകളുടെ നോൺ എസെൻഷ്യൽ സ്പെൻഡിങ്ങും റെഡ്യൂസ് ചെയ്തു. ഓട്ടോമൊബൈൽ, ട്രാവൽ, റെസ്റ്റോറന്റ്, കൺസ്യൂമർ ഇലക്ട്രോണിക് സെക്ടർ, ഇതിന്റെ എല്ലാം റെക്കോർഡ് തകർച്ചയാണ് നമുക്ക് കാണാൻ പറ്റും. ഗൂഗിളിന്റെ മൊബിലിറ്റി റിപ്പോർട്ടിൽ റീറ്റെയിലും വർക്ക് പ്ലേസ് വിസിറ്റും ഹ്യൂജ് ഡിക്ലൈൻ കാണിച്ചു. കൺസ്യൂമർ കോൺഫിഡൻസ് പാൻഡമിക്കിന്റെ സമയത്ത് വളരെയധികമായിട്ട് ഇടിഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. കോവിഡ് ഡിമാൻഡ് ഷോക്ക് മാത്രമല്ല, സപ്ലൈ ഷോക്കും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫാക്ടറീസ് അടച്ചു. ഡിമാൻഡ് ചെയ്യുന്നത് പോട്ടെ, ഫാക്ടറി സപ്ലൈ ഇല്ല. ഫാക്ടറീസ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതോടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ക്രമാതീട്ട് ഇടിഞ്ഞു. പോർട്ടും കാർഗോയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. റെയിൽവേയുടെ ഫ്രൈറ്റ് മൂവ്മെന്റ് കുറഞ്ഞു. ഇൻഡസ്ട്രിയൽ സെക്ടർ, ലോജിക്കൽ സെക്ടർ ഒക്കെ ഭയങ്കരമായിട്ട് തകർന്നു പോയൊരവസ്ഥയായിരുന്നു. MSME നമ്മുടെ ഇൻഡസ്ട്രിയുടെ മാർജിനൽ സ്മോൾ ആൻഡ് മൈക്രോ സ്മോൾ ആൻഡ് മാർജിനൽ എന്റർപ്രൈസസ് ആണ് വരുന്നത്. പക്ഷെ MSME സെക്ടറും പ്രശ്നമായി. ചെറിയ ഇതൊക്കെ ലിമിറ്റഡ് ക്യാഷ് റിസർവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവര് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട്. AIMOയുടെ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് MSMEs പെർമനന്റ്ലി ഷട്ട് ഡൗൺ ചെയ്തു പോയി. ടെക്സ്റ്റൈൽസ്, ഫുഡ് സർവീസ്, റിപ്പയർ സർവീസ്, ഇവരൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയി. കാരണം ആര് പുറത്തിറങ്ങുന്നില്ല. അപ്പൊ ഹോട്ടലുകൾ എങ്ങനെ പ്രവർത്തിക്കും? തുണി വേണ്ട, റിപ്പയർ ചെയ്യുന്നില്ല, വാഹനം എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് ആ എംപ്ലോയ്മെന്റ് മാർക്കറ്റിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചു. ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിൽ മെജോറിറ്റിയും ഇൻഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാം. ലോക്ക്ഡൌൺ സമയത്ത് ഇൻകം നഷ്ടപ്പെട്ടു, സേവിങ്സ് ഇല്ലാതായി, സോഷ്യൽ പ്രൊട്ടക്ഷൻ ലഭിച്ചില്ല. ഒരുപാട് ലക്ഷക്കണക്കിന് മൈഗ്രന്റ് ലേബറേഴ്സ് ഗ്രാമങ്ങളിലേക്ക്, നഗരത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു മടങ്ങേണ്ടി വന്നു. ഒരുപാട് കുടുംബങ്ങളിൽ ഹൗസ് ഹോൾഡ് കൺസംഷന് പോലും കുറയ്ക്കേണ്ടി വന്നു. 3 നേരത്തെ കൃത്യമായിട്ടുള്ള ആഹാരം കിട്ടിയ ഒരുപാട് ലേബറേഴ്സ് കുറവാണ് ഇന്ത്യയിൽ എന്ന് തന്നെ പറയാം. കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ ലേബർ വൾണറബിലിറ്റി എടുത്തു കാണിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കോവിഡിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറിൽ സ്ട്രെസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാൻഡമിക്കിന് ശേഷം ബാങ്ക്സ് ലെൻഡിങ് കുറച്ചു. കാരണം റീപേയ്മെന്റ് അൺസർട്ടനിറ്റി ഒരുപാട് കൂടി. ജോലി നഷ്ടപ്പെട്ടതല്ലോ ഒരുപാട് പേർക്ക്. NBFCs, മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും റീപേയ്മെന്റ് ഡിലേയും ഡിഫോൾട്ട്സും ഇപ്പോഴും കൃത്യമായിട്ട് നേരിടുന്നുണ്ട്. ക്രെഡിറ്റ് ഫ്ലോ വീക്ക് ആയതുകൊണ്ട് തന്നെ ക്യാഷ് സിസ്റ്റം കൃത്യമായിട്ട് ബാങ്കിലേക്ക് വന്നില്ലെങ്കിൽ അത് ക്രെഡിറ്റ് ഫ്ലോയെ കൃത്യമായിട്ട് ബാധിക്കും. അത് ബിസിനസ്സുകളെയും ഇൻവെസ്റ്റ്മെന്റുകളെയും കൃത്യമായിട്ട് ബാധിച്ചു എന്നും റിക്കവറി ഭയങ്കര പതുക്കെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് സെക്ടേഴ്സ് നെഗറ്റീവായിട്ട് ബാധിച്ചെങ്കിലും അഗ്രികൾച്ചറൽ സെക്ടറിൽ കുറച്ച് ഒരു നേർച്ച വളർച്ച നമുക്ക് കാണാൻ പറ്റും. നല്ല മൺസൂണും ഗവൺമെന്റ് പ്രൊക്യൂർമെന്റും അഗ്രികൾച്ചർ സപ്പോർട്ടും എല്ലാം ഈ സമയത്ത് കാണാൻ പറ്റും.
ഫാംസ് ഹാർവസ്റ്റിങ്ങിനും ട്രാൻസ്പോർട്ടേഷനും വളരെയധികം ഡിഫിക്കൽട്ടീസ് ബുദ്ധിമുട്ടി. എക്സ്പോർട്ടും കുറഞ്ഞു. ടൂറിസവും ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി സെക്ടറും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഇതിനു വേണ്ടി അണ്ടർ പ്രിപ്പയർഡ് ആയിരുന്നു ആദ്യ സമയങ്ങളിൽ. പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇംപ്രൂവ് ചെയ്തു, ടെസ്റ്റിംഗ് ലാബുകൾ എക്സ്പാൻഡ് ചെയ്തു, ക്വാറന്റൈൻ സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 15,000 കോടിയിൽ പരം എമർജൻസി ഹെൽത്ത് പാക്കേജ് 15,000 കോടി രൂപയുടെ എമർജൻസി ഹെൽത്ത് പാക്കേജ് ഗവൺമെന്റ് അന്ന് പ്രഖ്യാപിച്ചു. ലോക്ക്ഡൌൺ നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും സമയം നൽകി നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനും മേജർലി പുവർ ആൻഡ് വൾണറബിൾ കമ്മ്യൂണിറ്റീസിന് വേണ്ടി PM ഗരീബ് കല്യാൺ യോജന ഈ സമയത്താണ് പ്രഖ്യാപിച്ചത്. 8 കോടിയോളം ജനങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ അരി, ഗോതമ്പ്, ധാന്യങ്ങൾ ഇതെല്ലാം എത്തിച്ചു. ജൻധൻ യോജന വഴി ക്യാഷ് ട്രാൻസ്ഫറും കിട്ടി. ഉജ്ജ്വല ബെനിഫിഷ്യറീസിന് LPG സിലിണ്ടറും ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഫാർമേഴ്സിന് PM കിസാൻ പേയ്മെന്റ്സ് അഡ്വാൻസ് കൃത്യമായിട്ട് റിലീസ് ചെയ്തു. ഈ മെഷേഴ്സ് എല്ലാം ജനങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ് സർവൈവലിന് വളരെയധികം സഹായിച്ച കാര്യങ്ങളാണ്. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആത്മനിർഭർ അഭിയാൻ, അത് സെൻട്രൽ ഗവൺമെന്റ് അന്ന് 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. ഇത് എക്കണോമിക് റിവൈവലിന് ലക്ഷ്യമായിട്ടുള്ള ഒരു മേജർ സ്റ്റിമുലസ് പ്രോഗ്രാം തന്നെയായിരുന്നു. MSMEക്ക് കൊളാട്രൽ ഫ്രീ ലോൺസ്, NBFCസിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ലിക്വിഡിറ്റി സപ്പോർട്ട്, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സ്പെഷ്യൽ ഫണ്ട്, എക്കണോമിക് റിക്കവറിക്കും സെൽഫ് റിലയൻസ് പ്രൊമോട്ട് ചെയ്യുക എന്നതായിരുന്നു ഈ ആത്മനിർഭർ ഭാരത് അഭിയാൻ വഴിയുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ലക്ഷ്യം. RBI ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റിപ്പോ റേറ്റ് കുറച്ചു. ലോൺ റീപേയ്മെന്റ് മൊറട്ടോറിയം ഇൻഡിവിജ്വൽസിനും ബിസിനസിനും കുറച്ച് റിലീഫ്, കാരണം ഇത്ര കാലത്തേക്ക് അവര് അടയ്ക്കണ്ട എന്ന്, അത് ആക്ഷൻ ഒന്നും എടുക്കില്ല എന്നുള്ള ഒരു സൗകര്യം അവർക്ക് കിട്ടി. ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ മെഷേഴ്സും ബാങ്കിനെ സപ്പോർട്ട് ചെയ്തു. റൂറൽ എംപ്ലോയ്മെന്റ് ക്രൈസിസ് അഡ്രസ് ചെയ്യാൻ വേണ്ടി MNREGA ഫണ്ടിങ്ങും കൂട്ടി. തിരിച്ചു വരുന്ന മൈഗ്രന്റ് വർക്കേഴ്സിന് റൂറൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഈ MNREGA ഫണ്ട് ഇൻക്രീസും വേജ് ഇൻക്രീസും സഹായിച്ചു. COVID-19 ഇന്ത്യയുടെ എക്കണോമിയിൽ ഒരു വല്ലാത്തൊരു അൺപ്രസിഡന്റ് ആയിട്ടുള്ള ഷോക്ക് തന്നെയാണ് ഉണ്ടാക്കിയത്. വളരെ ഒരു വല്ലാത്ത ഡിസ്ട്രപ്ഷൻ തന്നെയായിരുന്നു. GDP കുറഞ്ഞു, തൊഴിലില്ലായ്മ കൂടി, ബിസിനസ്സുകൾ അടച്ചുപൂട്ടി, മൈഗ്രേഷൻ ക്രൈസിസ് ഉണ്ടായി. ഇതെല്ലാം നമ്മുടെ വൾണറബിലിറ്റീസിനെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്തു. ഗവൺമെന്റ് വെൽഫെയർ പാക്കേജസ്, ഹെൽത്ത് കെയർ മെഷേഴ്സും RBIയുടെ സപ്പോർട്ടും ആത്മനിർഭർ ഭാരത് അഭിയാൻ വഴിയുള്ള മെഷേഴ്സും എല്ലാം എക്കണോമി ഒരു തരത്തിലൊക്കെ പിടിച്ചു നിർത്താൻ സഹായിച്ചു. ഒരു സ്ട്രോങ് ഹെൽത്ത് കെയർ സിസ്റ്റം, സോഷ്യൽ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും ഇൻക്ലൂസീവ് ഗ്രോത്തും എല്ലാം ഒരു ഫ്യൂച്ചറിന് ആവശ്യമാണെന്ന് നമുക്ക് തെളിഞ്ഞൊരു കാലമായിരുന്നു ഇത്. പക്ഷെ ഈ നമ്മുടെ വൾണറബിലിറ്റീസ് ഒക്കെ എടുത്തു കാണിച്ചെങ്കിലും ഒരു ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൃത്യമായിട്ട് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റും സോഷ്യലി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് നമുക്കുള്ളതെന്നും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ എക്കണോമിയുടെ സ്ട്രെങ്ത് കാണിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ COVID-19 എന്ന് പറയും. ഓക്കെ, ഇതാണ് COVID-19 പാൻഡമിക് ഇന്ത്യയിൽ ഉണ്ടാക്കിയ 2 വർഷക്കാലത്തോളം അത് ഉണ്ടാക്കിയ ഒരു എക്കണോമിക് ഇമ്പാക്റ്റിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഒരു ജസ്റ്റ് പെരിഫറിൽ നമ്മൾ തൊട്ട് തലോടി പോയിട്ടേ ഉള്ളൂ. ഇതാണ് അതിനകത്ത് ഉണ്ടായ കാര്യങ്ങൾ എല്ലാം. ഓക്കെ, ഇതാണ് നമ്മൾ B21EC07DC എക്കണോമിക് ഡെവലപ്മെന്റിനകത്ത് യൂണിറ്റ് 3 ബ്ലോക്ക് 5 യൂണിറ്റ് 3 പറയും. ഓക്കെ, താങ്ക് യു.